ഇന്ന് രാജ്യം സാക്ഷിയാകുന്നത്, ഭരണസ്ഥിരാകേന്ദ്രം സാക്ഷിയാകുന്നത് യുവാക്കളുടെ വലിയ പ്രതിഷേധത്തിനാണ്. യുവാക്കളുടെ ആ വലിയ പ്രതിഷേധത്തിൽ പാർലമെന്റ് തന്നെ സ്തംഭിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ദില്ലി തന്നെ സ്തംഭിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് ഒറ്റക്കെട്ടായി ഈ വിഷയം പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉന്നയിച്ചു. ലോക്സഭയിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി വിദ്യാർത്ഥികളുടെ ഈ സമരം ഉയർത്തി, വലിയ പ്രതിഷേധം ഉയർത്തി. പിന്നീട് 3 തവണ ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. 2 മണിവരെ ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ തന്നെ എഴുന്നേറ്റ് നിന്ന് ഈ വിഷയം ഉന്നയിച്ചു. നീതിക്ക് വേണ്ടി പോരാടുന്ന യുവാക്കളെ, വിദ്യാർത്ഥികളെ തെരുവിൽ കേന്ദ്ര സർക്കാരിന്റെ പോലീസ് കൈകാര്യം ചെയ്യുകയാണ് എന്ന് മല്ലികാർജുൻ ഖാർഗെ ചൂണ്ടിക്കാണിച്ചു. പിന്നീട് രാജ്യസഭാ നടപടികളും പ്രക്ഷുബ്ധമായി. രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ പാർലമെന്റ് തന്നെ പ്രക്ഷുബ്ധമാകുന്ന, പാർലമെന്റ് തന്നെ തടസ്സപ്പെടുന്ന നിലയിലേക്ക് വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റം മാറുകയാണ്. ഇപ്പോഴും ഒരുപാട് വിദ്യാർത്ഥികൾ, യുവാക്കൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുന്ന കാഴ്ചയാണ്. നോക്കൂ, എത്രത്തോളം വിദ്യാർത്ഥികളാണ്, എത്രത്തോളം പ്രതിഷേധക്കാരാണ് പാർലമെന്റ് ലക്ഷ്യം വെച്ച് നീങ്ങുന്നത് എന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ബിൽഡിംഗ് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെതാണ്, റെയിൽവേ മന്ത്രാലയത്തിൻ്റെതാണ്. ആ റെയിൽവേ മന്ത്രാലയത്തിന് തൊട്ടടുത്താണ് പാർലമെന്റിന്റെ പുതിയ കെട്ടിടം. ആ പാർലമെന്റിന്റെ പുതിയ കെട്ടിടത്തിന് സമീപത്ത് വരെ ഈ പ്രതിഷേധക്കാർക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സാധാരണ ജന്തർ മന്ദറിൽ തന്നെ ഇത്തരം പ്രതിഷേധങ്ങൾ തടയുകയാണ് പതിവ്. അങ്ങനെ തടയാൻ ദില്ലി പോലീസിനോ കേന്ദ്ര പോലീസിനോ കേന്ദ്രസേനയ്ക്കോ ഇത്തവണ സാധിച്ചില്ല. പകരം ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിരിക്കുന്നു. പാർലമെന്റിന്റെ തൊട്ടടുത്ത് വരെ എത്താൻ സാധിച്ചിരിക്കുന്നു. പാർലമെന്റിന്റെ തൊട്ടടുത്ത് വരെ എത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഇത്രയും ശക്തമായ പ്രതിഷേധം ഉയർത്താൻ സാധിച്ചിരിക്കുന്നു. തീർച്ചയായും സർക്കാർ വലിയ സമ്മർദ്ദത്തിലാണ്. ഒരുപക്ഷെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഈ നിലയിലാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നതെങ്കിൽ. അതിനിടയിൽ ഇപ്പോൾ പ്രതിഷേധക്കാരുമായി കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടുണ്ട്. പ്രതിഷേധക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ പ്രതിഷേധക്കാർ CJPയെ പ്രതിനിധീകരിച്ച് ആരൊക്കെ ചർച്ചയിൽ പങ്കെടുക്കും എന്നത് നമുക്ക് കാണാം. ഏതായാലും വലിയ പ്രതിഷേധ കാഴ്ചകൾക്ക് ദില്ലി സാക്ഷിയാവുകയാണ്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ CJP പാർട്ടിയുടെ പ്രതിഷേധത്തിന് കരുത്തില്ല, അതിൽ വലിയ സാന്നിധ്യമില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാണാൻ കഴിയും എത്രത്തോളം യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ സാന്നിധ്യമാണ് ഈ സമരത്തിൽ ഉണ്ടായത് എന്നത്. ദേശീയ പതാകയുമേന്തിയാണ് വിദ്യാർത്ഥികൾ ഈ സമരം നടത്തുന്നത്. നീറ്റ് പരീക്ഷാ തട്ടിപ്പ്, അതിനു പിന്നിൽ CBSE മൂല്യനിർണ്ണയത്തിലുണ്ടായ പിഴവുകൾ, രാജ്യത്ത് നടന്നിട്ടുള്ള മറ്റ് പല മത്സര പരീക്ഷകളിലും നടക്കുന്ന തട്ടിപ്പുകൾ, ഇതിലൊക്കെ തന്നെ അസംതൃപ്തരാണ് ഈ യുവാക്കൾ എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ എത്രയോ കാലമായി നമ്മൾ കാണുന്നതാണ്. ഇതുകൂടാതെയാണ് തൊഴിലില്ലായ്മ എന്ന വലിയ പ്രശ്നം എന്നത്. രാജ്യത്ത് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. തൊഴിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നില്ല, വിദ്യാഭ്യാസത്തിനനുസരിച്ച് തൊഴിൽ കിട്ടുന്നില്ല എന്ന പരാതി ശക്തമായി തന്നെ ഉയരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ അസംതൃപ്തി യുവനിരയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ യുവനിരയിൽ സൃഷ്ടിച്ച അസംതൃപ്തിയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ കൊടുങ്കാറ്റായി ഭരണസ്ഥിരാകേന്ദ്രമായ ദില്ലിയിൽ ആഞ്ഞടിക്കുന്നത്. യുവാക്കളുടെ വലിയ നിര ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി എത്തുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്. നോക്കൂ, ദേശീയ പതാക ഉയർത്തി ആ ദേശീയ പതാക നീട്ടി വലിച്ചു കെട്ടി റോഡിന് കുറുകെ നിന്ന് പോലീസിനെ നേരിടാൻ ചെറുപ്പക്കാർ, യുവാക്കൾ, അംബേദ്കറുടെ ചിത്രമുള്ള ടീഷർട്ടുകൾ ധരിച്ച് എത്തുന്ന യുവാക്കൾ, ഇവരൊക്കെ ശക്തമായി ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും വലിയ പരീക്ഷാ തട്ടിപ്പുകൾ നടന്നിട്ടും അക്കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്താത്ത കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഇതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ഓക്കെ, PR സുനിൽ തുടരുക. ആദിൽ പാലോട്ടിലേക്ക് പോവുകയാണ്. അതിൽ ഒരു അയവില്ലാതെ സംഘർഷാവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പ്രതിഷേധക്കാരെയെല്ലാം, അവിടെ പ്രവർത്തകരെയെല്ലാം അവിടുന്ന് നാട്ടിയോടിക്കാനുള്ള ശ്രമങ്ങൾ അടക്കം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ എന്തെങ്കിലും സാധ്യത ഈ സംഘർഷാവസ്ഥ അയവ് വരാനുണ്ടോ? ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല എന്നതാണ്. പിരിഞ്ഞു പോകാനോ മാറി നിൽക്കാനോ CJP പ്രവർത്തകർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ദൃശ്യങ്ങളിൽ, ഓരോ തത്സമയ ദൃശ്യങ്ങളിലും കാണുന്നത് കൂടുതൽ ആവേശത്തോടെ പ്രവർത്തകർ, CJP അനുയായികൾ, ഇടതുപക്ഷ സംഘടനകളുടെ അണികളൊക്കെ കൂടുതൽ ആവേശത്തോടെ പാർലമെന്റിലേക്ക് നീങ്ങുന്നതാണ്. പ്രത്യേകിച്ച് ജന്തർ മന്ദറിൽ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു ഭാഗം പാർലമെന്റാണ്. പാർലമെന്റിന്റെ റെയ്സിന കുന്നുകൾ ലക്ഷ്യമാക്കി കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. നേരത്തെ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമമുണ്ടായിരുന്നു. ബാരിക്കേഡ്
വീണ്ടും സ്ഥാപിച്ചു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് നമുക്ക് നൽകാനാകുന്നത്. എംപിമാർ സ്ഥലത്തേക്ക് എത്തുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയാനാകും. പാർലമെന്റ് സമ്മേളനം ഇന്നാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എംപിമാരൊക്കെ ഇടത് എംപിമാരടക്കമുള്ളവർ പാർലമെന്റിനുള്ളിലുണ്ട്. അവർ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഈ സംഘർഷം നമുക്കറിയാം. ഈ CJPയുടെ പ്രതിഷേധം എങ്ങനെയായിരുന്നു തുടങ്ങിയിരുന്നത്? സമാധാനപരമായി മാത്രം പ്രതിഷേധിക്കാൻ ഇറങ്ങിയവരാണ്. പക്ഷെ അവരെ കൊണ്ടെത്തിക്കുകയായിരുന്നു ഈ പ്രതിഷേധം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ അവരുടെ സമരാവസ്ഥയെ ഏത് രീതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാജ്യ തലസ്ഥാനത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ശ്രുതി, തീർച്ചയായും പാർലമെന്റിൽ ഇപ്പോൾ ശക്തമായി തന്നെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിക്കുകയാണ്. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇപ്പോൾ രാജ്യസഭാ നടപടികൾ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരിക്കുന്നു. അതേസമയം ലോക്സഭയിൽ ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായി തന്നെ വിഷയം ഉന്നയിക്കുകയാണ്. ലോക്സഭാ നടപടികളും നിർത്തിവച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെട്ടിരിക്കുന്നു. രാജ്യസഭ 2:30 മണിവരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ലോക്സഭയിൽ നിന്ന് ചെയറിലെത്തിയത് ജഗദാംബിക പാലാണ്. പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി നീറ്റ് പരീക്ഷാ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ടു. പാർലമെന്റിന് പുറത്തു നടക്കുന്ന സംഘർഷങ്ങളാണ് പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചത്. ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ 2:30 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. അങ്ങനെ പാർലമെന്റിന് പുറത്ത് യുവാക്കളുടെ പ്രതിഷേധം, പാർലമെന്റിനുള്ളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. അങ്ങനെ അസാധാരണമായ സാഹചര്യങ്ങൾ തന്നെയാണ് ദില്ലി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി സർക്കാരിനെ നേരിടുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിന് പുറത്ത് യുവാക്കളുടെ വലിയ പ്രതിഷേധ നിര. അതിനെ നേരിടാൻ കേന്ദ്രസേനയും പോലീസും കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു. ഇപ്പോഴും കൂടുതൽ സമരക്കാർ, പ്രതിഷേധക്കാർ പാർലമെന്റിലേക്ക് എത്തുന്ന കാഴ്ച. പാർലമെന്റിനുള്ളിലും വലിയ പ്രതിഷേധവുമായി പ്രതിപക്ഷം. പാർലമെന്റ് നടപടികൾ 2:30 മണിവരെ നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു. ഓക്കെ, PR സുനിലേക്ക് വരാം. ആദിൽ പാലോഡിലേക്ക് വീണ്ടും പോവുകയാണ്. ആദിൽ, ഇതിനൊരു പരിഹാരം എന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമാണ് എന്നുള്ളതാണ് പ്രതിഷേധക്കാർ അല്ലെങ്കിൽ CJP പ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത് എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പ്രതിഷേധത്തിന് ഒരു അയവില്ലാതെ തുടരുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യം അനുസരിച്ച് വലിയ രീതിയിൽ തന്നെ സുരക്ഷ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രതിഷേധക്കാർ കൂടി വരുന്നത് കൂടിയാണ് കാണുന്നത്, അല്ലേ? പ്രതിഷേധക്കാർ കൂടുതലായി എത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അംബേദ്കറുടെ ടീഷർട്ട് ധരിച്ചും അംബേദ്കറുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചും ഭഗത് സിംഗിന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുമാണ് പ്രതിഷേധക്കാർ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ ഇത് സാധിക്കുന്നുണ്ട്. പാർലമെന്റിനടുത്ത് നേരത്തെ സംഘർഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, ഈ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ധർമ്മേന്ദ്ര പ്രധാന്റെ കൂടിക്കാഴ്ച അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ചില അഭ്യൂഹങ്ങൾ കൂടിയുണ്ട്. ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി നൽകിയേക്കും എന്ന രൂപത്തിലുള്ള ചില വാർത്തകൾ കൂടി സ്ഥിരീകരിക്കാത്തതായി പുറത്തു വരുന്നുണ്ട്. അത്രമേൽ പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇത്രയും ദിവസമായിട്ടും 21 ദിവസം സോനം വാങ്ചുക്ക് നിരാഹാര സമരം കിടന്നിട്ടും ഒരു തരത്തിലുമുള്ള ശ്രദ്ധ, പരിഗണന കേന്ദ്ര സർക്കാർ ഈ സമരത്തിന് നൽകിയിരുന്നില്ല. ദില്ലി ഹൈക്കോടതി ഇടപെട്ടതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം സോനം വാങ്ചുക്കിനെ ബലമായി അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും അത് ചെയ്യുകയും ചെയ്തത്. അതിനാടകീയമായ നീക്കങ്ങളായിരുന്നു. ആ സംഭവത്തിന് ശേഷമാണ് ഒരുപക്ഷെ CJP സമരം ഇത്രമേൽ സജീവമായത് എന്ന് നമുക്ക് പറയാനാകും. അതുവരെ 100-ൽ താഴെ 200-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം പ്രഖ്യാപിക്കുന്നതും പാർലമെന്റ് മാർച്ച് തിങ്കളാഴ്ച നടത്താൻ തീരുമാനിക്കുന്നതും സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിലേക്കും ബലമായ ആശുപത്രിയിലേക്ക് മാറ്റിയ നടപടിയും ഉണ്ടാകുന്നത്. പിന്നീട് അത് വലിയ രോഷം യുവാക്കളിൽ ഉണ്ടാക്കി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും അനുഭവവുമാണ് ദില്ലിയിൽ നിന്ന് നമ്മൾ കാണുന്നത്. ഏതായാലും ആയിരക്കണക്കിന് യുവാക്കൾ ദില്ലി കേന്ദ്രമാക്കി എത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ രാജസ്ഥാനിൽ നിന്ന്, ഹരിയാനയിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, ജാർഖണ്ഡിൽ നിന്ന് വരെ യുവാക്കൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള യുവാക്കളുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരുണ്ട്. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കൾ, തൊഴിൽ രഹിതരായവർ, വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ വീഴ്ച മൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധം അത് വലിയ സംഘർഷമായി മാറുന്ന കാഴ്ച കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടു.